May I come in? Yes, come in. സിപിക്ക് ചില സങ്കടങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. മാഡം ഒരു മുനിസിപ്പൽ കമ്മീഷണർ. ഞാൻ അതേ മുനിസിപ്പാലിറ്റിയിലെ മരാമത്ത് വർക്കുകൾ ചെയ്യുന്ന ഒരു പാവം കോൺട്രാക്ടർ. ഇരുഭാഗത്തും പല പല വീഴ്ചകൾ വരുന്നത് സ്വാഭാവികം. പക്ഷെ ആജീവനാന്തം അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. എക്സ്ക്യൂസ് മീ. I am busy. ഞാനും ബിസിയാണ്. ജപ്തി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, ജപ്തി ചെയ്തു. മതിലിടിച്ചത് ഒരിക്കലും മനഃപൂർവ്വമായിരുന്നില്ല. എന്നാലും നഷ്ടം പറ്റിയ സ്ഥിതിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ, അത് കൊടുക്കുകയും ചെയ്തു. അല്ലാതെ ഈ പാവം മുനിസിപ്പാലിറ്റിയോട് എനിക്കെന്താണ് ഒരു പക? പകയുണ്ടായാലും ഇവിടെ ഒരു കുഴപ്പമില്ല. ഓ ശരി ശരി ശരി, കുഴപ്പമുണ്ടെന്നല്ല. പല വർക്കുകളും ഒരു സൗഹൃദ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമല്ലോ. എനിക്ക് താല്പര്യമില്ല. ഓ ശരി ശരി ശരി, അതറിയാം ഞാൻ. അതെ, സംഭവം എന്താണെന്ന് വെച്ചാൽ KTK മുക്കിലെ ഒരു കലുങ്ക്, MM റോഡിലെ ഒരു ചാല്. ചെക്ക് മെഷർമെന്റിന്റെ കാര്യമല്ല, സമയമാകുമ്പോ എഞ്ചിനീയർ വന്നോളൂ. ഓ ശരി ശരി ശരി, അതറിയാം. എന്നാലും ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെങ്കിൽ ഈ ചെക്കൊക്കെ ഒന്ന് വേഗം പാസ്സായി കിട്ടിയാൽ. നിങ്ങൾ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ പറ്റി മുനിസിപ്പൽ കൗൺസിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് കേട്ടു. എന്താണാവോ ആ തീരുമാനം? അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം. ചോദിക്കാം. മിസ്റ്റർ നായർക്ക് പോവാം. ഈ KTK മുക്കിലെ ഒരു കല്. ഗെറ്റ് ഔട്ട്. ശരി, ഗെറ്റൗട്ടൊക്കെ പറഞ്ഞാലത് CP ഒന്ന് രണ്ട് സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താം. അതിനുശേഷം ചേട്ടൻ ചൂടാവുകയോ തല്ലിക്കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കൊല്ലാമെന്ന് താനല്ലേ? എന്റെ നട്ടല്ലൂരി കോലക്കളി കളിക്കുമെന്ന് പറഞ്ഞു താനാണല്ലോ. അയ്യോ, അതൊക്കെ ചുമ്മാ. എന്റെ പൊന്നു ചേട്ടാ, ആ കുമാരൻ ചെയ്ത തെമ്മാടിത്തരത്തെ പറ്റി ഞാൻ അറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ആ റോഡ് റോളർ കൊണ്ട് മതിലിടിഞ്ഞത് ഞാൻ അതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തന്റെ അച്ഛൻ്റെ കയ്യിൽ വാങ്ങിച്ചല്ലോ. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. തനിക്കിപ്പോ എന്ത് വേണം? എന്റെ സ്ഥിതി വളരെ മോശമാണ്. എന്താ, കാശ് കടം വേണം? അതല്ല, ചേട്ടന്റെ സിസ്റ്ററിന് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇതുവരെ മാറിയിട്ടേയില്ല. അതിന് ഞാൻ എന്ത് വേണം? KTK മുക്കിലെ ഒരു കലുങ്ക്, MM റോഡിലെ 1500 മീറ്റർ കോവുച, കോർട്ട് റോഡിലെ 100 മീറ്റർ കുഴി നികത്തൽ, ഇതെല്ലാം കഴിഞ്ഞതാണ്. എന്നോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കമ്മീഷണർ ചെക്ക് തരുന്നില്ല. ഞാൻ ആകെ പാപ്പരാണ് ചേട്ടാ. താൻ ആദ്യം വന്നപ്പോ എന്റെ ഭാര്യയോട് എന്താ പറഞ്ഞേ? 30 ലക്ഷത്തിന്റെ ബസ് സ്റ്റാൻഡ്, 60 ലക്ഷത്തിന്റെ ഹൗസിംഗ് കോംപ്ലക്സ്, 10 കോടിയുടെ ആനത്തല. എന്നിട്ടിപ്പോ എന്തേ ഇത്ര പെട്ടെന്ന് പാപ്പരായോ? അല്ല, ഞാൻ നേരത്തെ പാപ്പരാണ്. അന്നങ്ങനെ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ചായ. ആഹാ, എന്നെ തെറി പറഞ്ഞവനെ നീ സൽക്കരിക്കാൻ പോകുന്നു. ഇത് കേട്ടോ ചേച്ചി? എന്റെ ഒരു ഗതികേട് ചേട്ടൻ മനസ്സിലാക്കണം. ചേട്ടാ, സിസ്റ്റർ വരുന്നുണ്ട്. എന്റെ ഈ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടില്ല. ചേട്ടനൊന്ന് നേരത്തെ ആണല്ലോ. ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു. അങ്ങനെ പറയരുത് പ്ലീസ് പ്ലീസ് പ്ലീസ്. സോറി പ്ലീസ്, ഒന്ന് പറഞ്ഞു. അതെ, അടിയറവ് പറഞ്ഞു വരുന്നവരോട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പാടില്ല. അയാളുടെ ബില്ലോ ചെക്കോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ? ചേട്ടാ, ഇത് പ്രതികാരവും ഭീഷണിയും ഒന്നുമല്ല. അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് ചേട്ടൻ അറിയോ? തട്ടിപ്പുകാരനോ? ഈ കലുങ്ക് റോഡെന്നൊക്കെ പറയുന്നതേ ഒക്കെ കള്ളപ്പണിയാ. ഞാൻ മാത്രം വിചാരിച്ച അയാൾക്ക് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. ഓഫീസിലുള്ളവർ മുഴുവൻ പറയുന്നത് അയാൾ ഒരു കള്ളനാണെന്നാ. ഈ കോൺട്രാക്ട് പണി നടക്കില്ല. എന്തായി ചേട്ടാ? താനിപ്പോ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഒന്നാമത് അവളുടെ മൂഡ് ശരിയല്ല. മൂഡ് ശരിയായിട്ട് മതി. ചേട്ടൻ രാത്രിയിലൊന്നും നോക്കട്ടെ. താനിപ്പോ പോ. എന്റെ ഭാവി കാര്യങ്ങൾ ആ ചെക്കിലാണ് ചേട്ടാ. താൻ ചെല്ലടോ. ചേച്ചി, സൗദാമിനി ചേച്ചിയോട് ഈ CP അനിയൻ പോയെന്ന് പറയണം. എന്റെ കാര്യം ഒന്നുകൂടെ. ഓ ചെല്ലേ. അല്ല, ഈ ഗ്ലാസ് താഴെ അടച്ചാണ്. കാര്യം ഒന്നുകൂടെ. കുറെ നേരമായെന്ന് തോന്നുന്നല്ലോ ഇരിപ്പ്. ഓഫീസിൽ പോയില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാലത്തല്ലാതെ ഇനി ഇന്ന് കാശ് എവിടുന്ന് ഒപ്പിക്കാൻ പറ്റില്ല. അതല്ല, പിന്നെ എന്റെ എല്ലാ അവസ്ഥയും CPക്ക് അറിയാം. കിടപ്പാടം വരെ പണയത്തിലാണ്. എനിക്ക് എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയും ഇല്ല.
ഞാൻ നിന്നെ സ്ഥിരമാക്കാം. അയ്യോ അതല്ല പറഞ്ഞത്. നീ ഒരു പുതുമുഖത്തോടെ സംസാരിക്കുന്ന പോലെയാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. അർഹതയില്ലാത്ത കാര്യത്തെപ്പറ്റി ആവുമ്പോ സംസാരത്തിന് ഇത്തിരി സ്ട്രെയിൻ ഉണ്ടാവും. അർഹതയില്ലാത്ത കാര്യമോ? പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സുധാകരനെ കൊണ്ട് ദീപയെ കെട്ടിക്കാൻ വീട്ടുകാരെ ആലോചിക്കുകയാണ്. ആ റാസ്കലിനെ കൊണ്ടോ? അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോലും അറിയാത്ത എന്റെ വീട്ടുകാര്യം നീ എങ്ങനെ അറിഞ്ഞു? അവള് പറഞ്ഞോ? അവിടെ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. ഏട്ടന്റെ അളിയന്റെ തോന്നിയാസാണല്ലോ. നീ പിടിക്കണ്ട, ഇതെന്റെ പെങ്ങടെ കാര്യ. ഇതങ്ങനെ വിടുന്ന പ്രശ്നമല്ല. നമുക്ക് പിന്നെ കാണാം. ഇവിടെ കുഴിക്ക്. ഇവിടെയോ? ആ. അവിടെ കുഴിക്കരുത്, റോഡ് ബ്ലോക്ക് ആവും. ബോളർ ഇട്ടതിന്റെ കണക്കെടുക്കാനാണ്. അത് സൈഡ് നോക്കിയാൽ മതി. പോരാ, മതി. ആ നിങ്ങൾ കുഴിക്ക്. കുഴിക്കരുത്. എന്റെ റോഡ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇവിടെ വൃത്തിയാക്കി ചെക്ക് ചെയ്യണം, മെഷർ ചെയ്യണം എന്നുള്ളത് ഞങ്ങളാ തീരുമാനിക്കണം. ഒരു വലിയ കുഴി കുഴിച്ച് എന്നെ കൂടെ അതിനകത്തേക്ക് മൂട്. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എന്നാ ഈ നാട് നന്നായി പോയനെ. നിർത്ത്. ഇവിടെങ്ങും ബോളർ ഇട്ടത് കാണാനേ ഇല്ല സാർ. റോഡിന്റെ മധ്യത്തിലെങ്ങും ബോളർ ഇട്ടിട്ടില്ലെന്ന്. സൂക്ഷിച്ച് നോക്കണം സാർ. കാണും. ഇല്ല. അയ്യോ, ഞാൻ ഇട്ടതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിലപ്പോ താണു പോയി കാണും. അങ്ങനെ സംഭവിച്ചു കൂടുന്നില്ലല്ലോ, അല്ലേ? അതെ. അതാണ്. ഇറ്റ്സ് എ ഷെയിം. പണി നടക്കുമ്പോൾ നിങ്ങൾ പരിശോധിച്ചില്ലേ? ഇതുപോലെയാണ് മുനിസിപ്പാലിറ്റിയുടെ സകല പണി. എന്തൊരു ഗതികേടാണ്. ചാറ്റമഴ പെയ്താൽ തോടായി മാറുന്ന റോഡുകളാണെന്നും. ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. ഈ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പണി നിർത്തണം. അയ്യോ അയ്യോ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യണം. അത്ര തന്നെ. അയ്യോ മാഡം, അങ്ങനെ പറഞ്ഞാൽ എന്റെ തൊഴിലാളികൾ, എന്റെ ചെക്ക്, എന്റെ ബില്ല് ഞാൻ സമ്മതിക്കില്ല. ഐ എം സോറി. ഇനിയും നിങ്ങളുടെ തോന്നിയാൽ സമ്മതിക്കാനാവില്ല. അതെ, പള്ളി പോയി പറഞ്ഞാൽ മതി. വഴിയിൽ പള്ളിയുണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. എന്റെ അഹങ്കാരം ദേ, അനാവശ്യം പറയരുത്. CP മഹാ തൊട്ടയാണ്. CPയുടെ കഞ്ഞി പാറ്റയിട്ടാ ഞാൻ എല്ലാത്തിനും തട്ടും. നിങ്ങൾ CP അല്ല, CI ആയാലും എനിക്കൊന്നുമില്ല. മാഡം ജീപ്പ് വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. അളിയന് മച്ചമ്പിയൊക്കെ വീട്ടില്. എന്നാ വണ്ടി ഒന്ന് വണ്ടി കിടക്കറ. എന്നാ എന്റെ നെഞ്ചത്തോടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയാൽ മതി. കൊല്ലല്ലേ, കൊല്ലടാ, കൊല്ലേ, കൊല്ലേ. വണ്ടി അവിടെ റിവേഴ്സ് എടുത്ത് പോയി. വണ്ടി ആ വഴി. കുമാര, ഞാനിനി എന്ത് ചെയ്യും? രാഘവൻ ചേട്ടനില്ലേ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റോഡിൽ കണ്ടില്ലേ? ഇല്ല. കമ്മീഷണർ ഉണ്ടോ? അതെ, ഇതാ കോൺട്രാക്ടർ വന്നിരിക്കുന്നു. വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഓഫീസിൽ വെച്ചാകാം. ഒഫീഷ്യലായിട്ട് ഒരു കാര്യവും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല. ഒന്ന് രണ്ട് സത്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ രാഘവേട്ടനെ കാണാൻ ഇറങ്ങിയതാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. എന്റെ തൊഴിലാളികൾ പലതവണ പട്ടിണി കിടന്നപ്പോഴും അദ്ദേഹം പണം തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയെ നന്നാക്കുന്ന പണി ഞാൻ നിർത്തി. ഈ സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ CP എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. ഒരു കാര്യം ഞാൻ പറയാം. വ്യക്തിപരമായ ഒരു കാരണവും നിങ്ങൾക്കെതിരെ എടുത്ത തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. ഇവിടെ ഏത് കോൺട്രാക്ടർമാരാണ് മാന്യന്മാര്? അത് എന്റെ സബ്ജക്റ്റ് അല്ല. ആ. പരിശോധന നടത്താൻ എഞ്ചിനീയറും ഓവർസിയറും ഉണ്ട്. മുനിസിപ്പാലിറ്റിയിലെ ഇലക്ട്രിക് ബോഡിയുണ്ട്. അക്കൗണ്ട്സിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്തിന് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ കണക്കുകളുടെ പരിശോധന നീട്ടാം. കഴിഞ്ഞോ? ആ ബ്യൂറോക്രസിയാണ് നമ്മുടെ ശാപം. അതൊക്കെ പോട്ടെ. ഞാൻ ചിലപ്പോ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയെന്ന് വരും. പക്ഷെ രാഘവേട്ടന്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും കള്ളനാവില്ല. ഇത് ഞാൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങേർക്ക് കൊടുക്കാനുള്ളതാണ്. വരട്ടെ, എന്തെങ്കിലും കാണാം. വിജിലൻസിൽ നിന്നാണ്. നിങ്ങൾ
നിങ്ങളുടെ കയ്യിലെ നോട്ട്സിന്റെ നമ്പറുകൾ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല. സോറി കമ്മീഷണർ, നിങ്ങൾ കോൺട്രാക്ടോട് കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. യു ബീയിങ് എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ, ലെറ്റ് us ഡു അവർ ഡ്യൂട്ടി. കോപ്പറേറ്റ് വിത്ത് us. മിസ്റ്റർ രാംകുമാർ, ആ ചുണ്ണാമ്പുള്ള കൊടുക്കൂ. അയ്യോ, എന്റെ ചേട്ടന് കൊടുക്കാൻ ആ മനുഷ്യൻ തന്നാണ് രൂപ. അക്കാര്യം നിങ്ങൾ ട്രിബ്യൂണലിൽ പറഞ്ഞാൽ മതി. ഇദ്ദേഹമാണ് തഹസിൽദാർ, ഒന്നാം സാക്ഷി. ഇദ്ദേഹം ഒരു പ്രോമിനന്റ് സിറ്റിസൺ, രണ്ടാം സാക്ഷി. ഇത് മനഃപൂർവ്വമുള്ള ചതിയാണ്. നോട്ടിൽ പുരട്ടിയ ഫിനോപ്തലിൻ പൗഡർ നിങ്ങളുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ടാവും. If your hand in this. No, it is cheating. Come on, I say. കൈക്കൂലി വാങ്ങിയതിന് മുനിസിപ്പൽ കമ്മീഷണർ അറസ്റ്റിൽ. താഴേക്കുന്ന് മുനിസിപ്പൽ കമ്മീഷണർ എസ് രാധകുമാരി കൈക്കൂലി വാങ്ങിക്കാൻ ശ്രമിച്ചത് കൈയോടെ തന്നെ വിജിലൻസ് സ്ക്വാഡ് പിടികൂടി. സ്ഥലത്തെ ഒരു കോൺട്രാക്ടറോട് അനധികൃതമായി കോഴ വാങ്ങുമ്പോഴായിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി മുഹമ്മദ് കാസിം, CA ശിവ. കമ്മീഷണർ വിഷമടിച്ച് ആശുപത്രിയിലായി. മിക്കവാറും കാഞ്ഞു എന്നാണ് കേട്ടത്. എന്റെ മാഷെ, നാട് നന്നാവണ്ടാന്ന് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. പക്ഷെ എണ്ണി ചുട്ട അപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു കൊച്ചിന്റെ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പോലും ഒക്കത്തില്ല. സർക്കാരിന് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് NREP, IRDP എന്നൊക്കെ പറയുന്ന ചില പുതിയ പുതിയ പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അതന്നെ. അല്ല, താങ്കൾ എന്നു മുതലാ ഈ സത്യവാനായത്? മുനിസിപ്പാലിറ്റിയിലെ ചരിത്രങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. എന്ത് ചരിത്രം? ഞാൻ എന്നിട്ട് ലക്ഷപ്രഭു ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ സത്യസന്ധമായി നിങ്ങളുടെ ചേട്ടനും അളിയനും നിങ്ങളെ പിടുത്തമല്ലെന്ന് എനിക്കറിയാം. പിന്നെ കമ്മീഷൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു. കമ്മീഷണർ അയച്ചപ്പോ ഞാനും കരുതി സത്യസന്ധമായിട്ട്. ഒന്നും കരുതണ്ട, കമ്മീഷണർക്കും ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. താൻ ആദ്യം കോൺട്രാക്ട് ലൈസൻസ് കളഞ്ഞു വെച്ചുവാ. ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. ചെയ്യുന്ന ജോലിക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് മതി എനിക്ക്. അത് സത്യസന്ധമായിട്ട്. ആയിക്കോട്ടെ, അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താൻ ആദ്യം ആ വെള്ളാരപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് തെണ്ടി ഒന്ന് ചെന്ന് കാണ്. അയാളോട് സങ്കടം പറ. അയാൾ വിചാരിച്ചാലേ ആ പഞ്ചായത്തിലെ പണികൾ ചെയ്യാൻ ഒക്കൂ. എന്ന് വെച്ചാൽ ഇത് കോൺട്രാക്ട് പണിയല്ല മാഷേ. പ്രസിഡന്റ് വിചാരിച്ചാൽ തനിക്ക് ആ പഞ്ചായത്തിൽ നോമിനിയാവാം. അത്തരം നോമിനികൾക്ക് മാത്രമേ NREPയുടെ പണി ചെയ്യാൻ അവകാശമുള്ളൂ. പക്ഷേ ആ പ്രസിഡന്റ് ഒരു മുരടനാ. താൻ തന്റെ 18 അടവും പയറ്റി നോക്കിയാലേ അയാൾ തന്നെ നോമിനിയാക്കും. അതെ, അവിടെ വേണം താൻ തന്റെ മിടുക്ക് കാണിക്കാൻ. പ്രോഫിറ്റിന്റെ 20% അയാൾക്ക് കൊടുക്കാമെന്ന് പറ. എങ്ങനെയെങ്കിലും അയാളെ കൈകാര്യം ചെയ്ത് താൻ നേരെ ഇങ്ങുവാ. ബാക്കിയൊക്കെ അപ്പ പറയാം. എന്താ? എനിക്ക് സത്യസന്ധമായിട്ട്. ഇത് എന്തൊരു കഷ്ടം. താൻ സത്യസന്ധമായിട്ട് ചെയ്താൽ മതി. ചെല്ല്. അല്ല, ഇത് സത്യമായി. ഞാൻ പൊയ്ക്കോളാം. സാറേ, ഇവൻ ശരിയാവുമെന്ന് തോന്നുന്നില്ലല്ലോ. വേണ്ട, എന്തായാലും നമ്മൾ വിചാരിച്ചിട്ട് ആ വെള്ളാരപ്പാറ പ്രസിഡന്റിനെ ഒതുക്കാൻ സാധിച്ചില്ലല്ലോ. ഈ സത്യസന്ധന അത് സാധിച്ചാൽ നമുക്ക് സൗകര്യായി. ഉപരിഷ്കരണ നിയമം പോണ്ടിച്ചേരിയിൽ നടപ്പാക്കുക, പട്ടികത്തൊഴിലാളി പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വീട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വയലിലൂടെ പ്രസിഡന്റ് ആ വായനശാലയിലുണ്ട്. ഇവിടെ അല്ലേ? ഇവിടുന്നും അല്ല. ജോലി സമയം 8 മണിക്കൂറാക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ. പഞ്ചായത്ത് പ്രസിഡന്റ്. അതെ, മനസ്സിലായില്ല. ഞാൻ നോക്കിന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ് അല്ല, വീഡിയോ എഞ്ചിനീയർ പറഞ്ഞിട്ട് അവര് സാറിനെ കാണാമെന്ന. ഞാൻ CP നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെ, വിശേഷിച്ച് ഇരിക്കും. വേണ്ട, ഞാൻ നിന്നോളാം. എന്നോട് സംസാരിക്കാനാണെന്ന് ഇരിക്കാം. ഇല്ല സാർ, ഞാൻ ഇരിപ്പുറയ്ക്കാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ്. എന്താ, വല്ല അസുഖമുണ്ടോ? അസുഖം, മൊത്തത്തിൽ അസുഖം, ഈ സാമ്പത്തികമായ അസുഖം, അഭ്യസ്ത വിദ്യനും തൊഴിലില്ലാത്തവനുമായ. അപ്പൊ സാറിന് ഊഹിക്കാമല്ലോ. ദാരിദ്ര്യരേഖ. ഈ ദാരിദ്ര്യരേഖ കൊഴുത്തിലുണ്ട്. നിങ്ങളെ കണ്ടാ അങ്ങനെ തോന്നുന്നുണ്ട്? ഇല്ല സാർ, പക്ഷെ സത്യമാണ് സാർ.
രോഗികളായ അച്ഛനും അമ്മയും കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെങ്ങള്, ഇതുപോലുള്ള ചിലരെ BDO എഞ്ചിനീയറും നേരത്തെ എന്റെ അടുത്ത് അയച്ചിരുന്നു. ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി NREP-യിൽ ഒരു തുക വകയിരുത്തിയിട്ടുണ്ട്. വില്ലേജ് ബെനിഫിഷ്യറി കമ്മിറ്റിയിൽ ഞാൻ നിങ്ങളെ നോമിനിയാക്കിയാൽ ആ പണിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനൊക്കും. എക്സാക്ട്ലി. പ്രോഫിറ്റിന്റെ 20% 20% താങ്കൾ എനിക്ക് തരും. കറക്റ്റ്. ഒരു കുടുംബം രക്ഷപ്പെടും സാർ. നേരത്തെ BDO അയച്ചിരുന്നവരാരും തന്നെ ലാഭത്തിന്റെ 20% എനിക്ക് ഓഫർ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ താല്പര്യം എടുക്കാതിരുന്നത്. ഇത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ശരി. പക്ഷെ അതിനു മുമ്പ് നമുക്ക് BDO എഞ്ചിനീയർ തുടങ്ങിയവരോടൊക്കെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് സംസാരിക്കണ്ടേ? വേണം വേണം സാർ. സാറിന് സൗകര്യമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കാർ കൊണ്ടുവരാം. വേണ്ട, കാർ വേണമെന്നില്ല. ബസ് പോവാം. ബാഗ് ഞാൻ വേണ്ട, വേണ്ട, വേണ്ട. അല്ലേ?